എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കത്തിൽ ഇപ്പോഴൊരു സമവായം ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. ക്രിസ്മസ് ദിനത്തിൽ ഒരു കുർബാന മാത്രം സിനഡ് നടത്തും. പിന്നീട് ജനാഭിമുഖ കുർബാന തുടരാനാണ് വൈദിക സമിതിയുടെ തീരുമാനമെന്നറിയുന്നു. വിശദാംശങ്ങളുമായി വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് തത്സമയം ചേരുന്നു. വിഷ്ണു, അഴീക്കലേക്ക് സ്വാഗതം. വിഷ്ണു, അഴീക്കലേക്ക് നല്ല കാറ്റൊക്കെ അടിച്ചു. വിഷ്ണു വേണം ഇങ്ങോട്ട് വരാമായിരുന്നു കേട്ടോ. സംഭവം ഞാൻ വിചാരിച്ചതിനേക്കാളും സൂപ്പറാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ അഴീക്കൽ ഗ്രാമത്തിൽ വരുന്നത്. അപ്പോൾ ഇത്രയും മനോഹരമായി അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ നേരത്തെ ഒരു മോർണിംഗ് ഷോയുമായിട്ട് ഇവിടെ വന്നതിന് കുറേ കാര്യങ്ങൾ നമുക്ക് ഈ പരിസരവുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. അതിനു മുമ്പ് ഈ അതിരൂപതയുടെ കാര്യം പറയൂ. ഓവർ ടു വിഷ്ണു സുരേഷ്. പറയൂ വിഷ്ണു സുരേഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ക്രിസ്മസിന്റെ തലേ ദിവസമാണ്, പക്ഷേ അപ്പോഴും അങ്കമാലി അതിരൂപതയിൽ കുർബാനയുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ ഒരു സമവായത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് ഒരു ആശങ്കപ്പെടുത്തുന്ന കാര്യം. കഴിഞ്ഞ ദിവസം വത്തിക്കാനിൽ നിന്ന് വന്ന ഉത്തരവനുസരിച്ച് ക്രിസ്മസ് ദിനം മുതൽ അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം ഇത്തരത്തിൽ സിനഡ് കുർബാന അല്ലെങ്കിൽ ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന ശക്തമായ നിർദ്ദേശമുണ്ട്. അത് പാലിക്കാത്ത വൈദികർക്ക് കർശനമായ അവർക്കെതിരെ നടപടി ഉണ്ടാകും എന്നൊരു സൂചനയാണ് വത്തിക്കാന്റെ ഭാഗത്ത് നിന്ന് വന്നത്. പക്ഷേ അതൊന്നും വൈദിക സമിതിയിലുള്ള ആളുകൾ വകവെക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 25-ാം തീയതി, അതായത് ക്രിസ്മസ് ദിനത്തിൽ തങ്ങൾ സിനഡ് കുർബാന അർപ്പിക്കാൻ തയ്യാറാണ്. പക്ഷേ മറ്റു ദിവസങ്ങളിൽ ഈ ഏകീകൃത കുർബാന നടപ്പാക്കാൻ സാധിക്കില്ല. ജനാഭിമുഖ കുർബാനയുമായി മുന്നോട്ട് പോകേണ്ടി വരും. കാരണം അത്തരമൊരു അന്തരീക്ഷമാണ് നിലവിൽ അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾക്കിടയിൽ നിൽക്കുന്നത്. ആ തർക്കം ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് വത്തിക്കാൻ തീരുമാനം അംഗീകരിക്കുന്നതിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് വൈദിക സമിതിയുടെ തീരുമാനം, അല്ലെങ്കിൽ അവർ എടുത്തിരിക്കുന്ന നിലപാട്. ഇന്ന് ഈ രാത്രിയോടുകൂടി പാതിരാ കുർബാനയുണ്ട്. ആ പാതിരാ കുർബാന ഏത് തരത്തിലുള്ള കുർബാന അർപ്പിക്കുമെന്നുള്ളതിനും ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. 25-ാം തീയതി, അതായത് ക്രിസ്മസ് ദിനത്തിൽ ഏകീകൃത കുർബാന അർപ്പിക്കുമെന്ന് പറയുമ്പോൾ പാതിരാ കുർബാനയായി ഏകീകൃത കുർബാന അർപ്പിക്കാനാകില്ല എന്നൊരു നിലപാട് അൽമായ മുന്നേറ്റം സ്വീകരിക്കുന്നുണ്ട്. അത്തരത്തിൽ ഒരു നിലപാട് വൈദികർ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ ഒരുപക്ഷെ പ്രതിഷേധത്തിനുൾപ്പെടെയുള്ള സാധ്യതയുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എറണാകുളം ബസിലിക്ക നീണ്ട ഇടവേളയ്ക്ക് ശേഷം തുറക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ സൂചനകളെല്ലാം പുറത്തു വന്നിട്ടുണ്ട്. നീണ്ട നാളായി കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട് ബസിലിക്ക അടച്ചിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇന്ന് രാത്രിയോടുകൂടി ബസിലിക്ക തുറക്കും എന്നുള്ളതാണ് ലഭിക്കുന്ന സൂചന. പക്ഷേ അവിടെ ഏത് കുർബാന നടപ്പാക്കും എന്നുള്ളത് ഇനിയും അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും 25-ാം തീയതി ഏകീകൃത കുർബാന തന്നെ നടപ്പാക്കുമെന്ന് വൈദികർ ഒന്നാകെ പറഞ്ഞിട്ടുണ്ട്. അത് വത്തിക്കാനോടുള്ള ഒരു അനുദയം, അല്ലെങ്കിൽ അവർ അംഗീകരിക്കുന്ന നിലപാടാണ്. പക്ഷേ അതിനിപ്പുറത്തേക്ക് വത്തിക്കാൻ പറയുന്ന കാര്യങ്ങളൊന്നും ഈ ഘട്ടത്തിൽ അംഗീകരിക്കാൻ വൈദിക സമിതി തീരുമാനിച്ചിട്ടില്ല. ജനാഭിമുഖ കുർബാനയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അങ്കമാലി അതിരൂപതയുടെ തീരുമാനം. ഒരു സമവായം ഈ വിഷയത്തിൽ ഇനിയും എത്തിയിട്ടില്ല. SK 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.